ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വ്യാഴാഴ്ച ദിവസത്തെക്കുറിച്ചും തിങ്കളാഴ്ച ദിവസത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അവിടുന്ന് വിവരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് അമലുകൾ അഥവാ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവുമാണ്. ഹദീസിൽ തുറമുദിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ നൊയമ്പുകാരനായിരിക്കണമെന്ന് ഹബീബായ തങ്ങൾ അവിടുന്ന് ആഗ്രഹിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പരിശോധിക്കുമ്പോൾ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഓരോ അമലുകൾ അവിടുന്ന് രേഖപ്പെടുത്തുമ്പോൾ ഞാൻ അതിനെക്കൊണ്ടാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നൊയമ്പ് നോൽക്കുന്നതെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. പിന്നെയോ വെള്ളിയാഴ്ചയുടെ മുന്നോടിയായി വരുന്ന രാവ് ഇസ്ലാമിക കലണ്ടർ പ്രകാരം സൂര്യൻ അസ്തമയത്തോടുകൂടി അടുത്ത ദിവസം തുടങ്ങുകയാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം മഗ്‌രിബിന് ശേഷം വെള്ളിയാഴ്ച രാവ് ആരംഭിക്കുന്നു. വെള്ളിയാഴ്ച രാവിൻ്റെ ലൈലത്തുൽ ജുമഅ പുണ്യങ്ങൾ നിറയുകയാണ്. പാപമോചനം ലഭിക്കുന്ന സമയവും തിങ്കളും വ്യാഴനും ദിവസങ്ങളിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് പുറത്തു കൊടുക്കുന്ന പരസ്പരം പിണങ്ങി നിൽക്കുന്നവർക്കൊഴികെ ജല്ല ജലാലുഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നവനാണ്. അവൻ ഗഫൂറുർ റഹീമാണ്. തീർച്ചയായും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു അവിടുന്ന് പറയുകയാണ്, ഞാനും എൻ്റെ മലായികത്തുകളും എല്ലാവരും ഹബീബായ തങ്ങളുടെ മേലിലേക്ക് സ്വലാത്തും സലാമും വർഷിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അവിടുന്ന് സലാം ചൊല്ലുവീൻ നിങ്ങളുടെ നേതാവിന് വേണ്ടി. കാരണം വെള്ളിയാഴ്ച ദിവസം ഹബീബായ തങ്ങൾ അവിടുന്ന് നേരിട്ട് കേൾക്കും. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണം നൽകാമെന്ന് യജമാനനായ റബ്ബ് സുബ്ഹാനഹു തആല നമ്മോട് പറയുകയാണ്. പ്രത്യേകിച്ച് ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഓരോ വേദനകളും നാം ഓർത്തുകൊണ്ട് അത് നാം കണ്ണീരായി വാർന്നുകൊണ്ട് മദീനയിലേക്ക് ഒലിച്ചുകൊണ്ട് സ്വലാത്തുകളും സലാമുകളും അവിടുത്തേക്ക് പറഞ്ഞ് അവിടുത്തെ തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം ലയിക്കണം. എന്നാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ ആ നൂറാകുന്ന പ്രകാശം അള്ളാഹു നമുക്ക് ഹൃദയത്തിലേക്ക് നൽകിക്കൊണ്ട് ഈമാനോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഓരോ നിമിഷങ്ങളും ഇനി വരുന്നത് റഹ്മത്തിൻ്റെ മാസങ്ങളാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മാസം റജബ് മാസമാണ്. തങ്ങളുടെ ശഅബാൻ മാസം, റമദാൻ മാസം മുഅ്മിനീങ്ങളുടെ മാസമാണ്. നമ്മുടെ മാസം ഖുർആൻ ഇറങ്ങിയ മാസം, പാപമോചനത്തിൻ്റെ മാസം, അള്ളാഹു ഏറെ മലായിക്കത്തുകൾ കൊണ്ട് നിറകുടമായ മാസം. പാപങ്ങളെല്ലാം നമുക്ക് കഴുകാൻ സമയമായിരിക്കുകയാണ്. തീർച്ചയായും നാം മുന്നൊരുങ്ങുക.